അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലെ വെള്ളിയാഴ്ച രാവാണ് ഇന്ന്. നാളെ വെള്ളിയാഴ്ച പകലാണ്. സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും മഹത്തായ ദിവസം. ദുആക്ക് ഇജാബത്തുണ്ട് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പരിചയപ്പെടുത്തിയ വളരെ പവിത്രമേറിയ ഈ സന്ദർഭത്തിൽ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ ദുൽഹിജ്ജ മാസത്തിൻ്റെ വെള്ളിയാഴ്ച രാവിലും പകലിലുമൊക്കെയായിട്ട് ഈ 7 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, നാം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് ലഭിക്കാൻ കാരണമാകും. അള്ളാഹു നമുക്ക് വലിയ ഖൈറാത്തുകൾ നൽകാൻ കാരണമാകും. നമുക്ക് നഷ്ടപ്പെട്ടു പോയ സമയത്തെ ഒരു കാരണവശാലും നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കില്ല. നമ്മൾ ഇത്തരം സന്ദർഭങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ടത് ഉപയോഗപ്പെടുത്തുമ്പോഴാണ് നമുക്ക് ദുനിയാവും ആഖിറൊക്കെ വിജയിക്കാൻ സാധിക്കുക. കാരണം ഹബീബാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദുൽ അയ്യാം എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ വളരെ പവിത്രമേറിയ ദിവസമാണ്. ഒരു സമയത്ത് അള്ളാഹു എന്താണോ ചോദിക്കുന്നത് അത് അള്ളാഹു നൽകുന്നുള്ളതാണ്. അപ്പോൾ ആ സമയം അള്ളാഹു വ്യക്തമാക്കിയിട്ടില്ല. അപ്പോൾ അത് വെള്ളിയാഴ്ച രാവ് മുതൽ വെള്ളിയാഴ്ച സൂര്യൻ അസ്തമിക്കുന്ന ആ പകൽ വരെ നമ്മൾ ആ രാത്രിയെയും പകലിനൊക്കെ ഹയാത്താക്കാൻ വേണ്ടിയിട്ടാണ് കറക്റ്റ് സമയം പറയാതിരുന്നത്. ഒരു സമയം, ആ സമയത്ത് ഇന്ന സമയത്ത് ചോദിച്ചാൽ ഉത്തരം കിട്ടും എന്ന് പറഞ്ഞാൽ എല്ലാവരും ആ സമയത്ത് ചോദിക്കാൻ നിൽക്കും, ബാക്കിയുള്ള സമയമൊന്നും ശ്രദ്ധിക്കൂല. അപ്പോൾ അതുകൊണ്ടാണ് അതിലൊരു സിറുണ്ട്. ഓരോ കാര്യത്തിലും ഓരോ സിറുണ്ടാവും. അതിലുള്ള സിർ അതാണ്. അതുപോലെ ഒരുപാട് സിറുകൾ അതിൻ്റെ ഉള്ളിൽ അള്ളാഹു വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് വളരെ കൃത്യമായിട്ട് ഇന്നത്തെ ഈ വെള്ളിയാഴ്ച രാവിലും പകലിലും ചെയ്യേണ്ടുന്ന 7 കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ വെള്ളിയാഴ്ച രാവിലെ ചെയ്യേണ്ടുന്ന സുഹൃത്തുക്കളൊക്കെ അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടി വരുന്നത്. നമ്മളിതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ അത് കാണാൻ സാധിക്കും. ആദ്യമായിട്ട് വെള്ളിയാഴ്ച രാവ് ഇന്ന് മഗ്‌രിബോട് കൂടെ സമാഗതമാകുമ്പോൾ, ഈ നാളെ കേൾക്കുന്നവരാണെങ്കിൽ വെള്ളിയാഴ്ച പകലിലിരിക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചൊല്ലേണ്ടുന്നത് നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. ഹൃദയം ശുദ്ധീകരിച്ചാണ് അള്ളാഹുവിനോട് നാം എല്ലാം ചോദിക്കുമ്പോൾ നമുക്ക് ഇജാബത്തുള്ളൂ. നമ്മൾ ഹൃദയശുദ്ധിയോടുകൂടെ ചോദിക്കണം, ഭയഭക്തിയോടുകൂടെ ചോദിക്കണം. അപ്പോൾ ഹൃദയം ശുദ്ധീകരിക്കാൻ ഏറ്റവും നല്ല മാർഗം എന്താണ്? മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ഇസ്തിഗ്ഫാർ ചൊല്ലുക എന്നുള്ളതാണ്. അപ്പോൾ എത്ര തവണ ഇസ്തിഗ്ഫാർ ചൊല്ലണം? ചുരുങ്ങിയതൊരു 100 തവണയെങ്കിലും ഇസ്തിഗ്ഫാർ ചൊല്ലണം. അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു 100 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലണം എന്ന് പറയാൻ കാരണം അതാണ്. പഴയ കാലങ്ങളിലൊക്കെ മഴയില്ലാതെ വിഷമിക്കുന്ന, വരൾച്ചയുണ്ടാകുന്ന, വളരെയധികം പ്രയാസപ്പെട്ടിരുന്ന, കാലം വളരെയധികം ബുദ്ധിമുട്ടിച്ചിരുന്ന സമയത്തൊക്കെ വലിയ വലിയ മഹത്തുക്കളുടെയും സൂഫി വര്യന്മാരുടെയും പണ്ഡിതന്മാരുടെ അടുക്കലൊക്കെ ചെന്ന് സാധാരണക്കാരായ ആളുകളെ ഞങ്ങൾക്ക് മഴയില്ല, മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ മഹത്തുക്കൾ എന്താ പറയാറുള്ളത്, മഹാരഥന്മാരെന്താ പറയാറുള്ളത്? എത്രയോ ചരിത്രങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാനും സാധിക്കും. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാൻ വേണ്ടി പറയുന്നത് കാണാം. എന്തേ? നമ്മൾ ദുനിയാവിൽ ചെയ്യുന്ന ഈ ദോഷങ്ങൾ കാരണമായിട്ടാണ് നമുക്ക് മഴ ലഭിക്കാത്തത്. നമ്മൾ ദുനിയാവിൽ ചെയ്യുന്ന ഈ അള്ളാഹ് പറഞ്ഞത് അനുസരിക്കാതെ ധിക്കരിച്ച് നടക്കുന്ന കാരണമായിട്ടാണ് നമുക്ക് ഈ ദുനിയാവിലൊന്നും ലഭിക്കാത്തത്. അതുകൊണ്ട് ഇസ്തിഗ്ഫാറാണ് അതിനുള്ള മരുന്ന് എന്നുള്ളത് മഹാന്മാർ പറയാറുണ്ട്. അതേപോലെ നമ്മൾ നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുക, ഹൃദയത്തെ ശുദ്ധീകരിച്ച് അള്ളാഹുവിനോട് ചോദിക്കുക. അപ്പോൾ അള്ളാഹു പെട്ടെന്ന് അത് സ്വീകരിക്കും. അതാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും. അള്ളാഹു നിങ്ങളുടെ ഈ രൂപങ്ങളിലേക്കോ നിങ്ങളുടെ ശരീരങ്ങളിലേക്കോ ഒന്നുമല്ല അള്ളാഹു നോക്കുന്നത്. വല്ലാഹു യൻദുറു ഇലാ ഖുലൂബിക്കും വഇലാ അഅമാലിക്കും. അള്ളാഹു നിങ്ങളുടെ അമലുകളിലേക്ക്, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് അള്ളാഹു നോക്കുന്ന സ്ഥലമാണ്. അതിന് മല്ലർ എന്നാണ് പറയാം. മല്ലർ, അള്ളാഹുവിൻ്റെ മല്ലറാണ് നമ്മുടെ ഹൃദയം എന്നുള്ളത്. അപ്പോൾ ഹൃദയം ശുദ്ധീകരിക്കൽ നമുക്ക് അനിവാര്യമാണ്. അതിന് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. 100 ഇസ്തിഗ്ഫാർ ചുരുങ്ങിയത് നമ്മൾ ചൊല്ലുക. പറ്റുമെങ്കിൽ ഒരു 1000 ഇസ്തിഗ്ഫാർ ചൊല്ലുക. അതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള പണിയല്ല. ഒരു നിസ്കാരത്തിന് 200 ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ വെള്ളിയാഴ്ച രാവിലും പകലിലുമൊക്കെ ആയിട്ട് നമുക്ക് 1000 ഇസ്തിഗ്ഫാർ ചൊല്ലാവുന്നതേ ഉള്ളൂ. അതിലധികം സമയം നഷ്ടപ്പെടില്ല. ഒരു 5-10 മിനിറ്റ് കൊണ്ട് ചൊല്ലി തീർക്കാവുന്നതേ ഉള്ളൂ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് 100 ഇസ്തിഗ്ഫാർ ചൊല്ലുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് തഹ്ലീൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ്
എന്നുള്ള കലിമത്തു തൗഹീദിൻ്റെ പദം വളരെ ആത്മാർത്ഥമായിട്ട് അക്ഷരശുദ്ധിയോടുകൂടെ ചൊല്ലുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് എന്തിനാ ചൊല്ലുന്നത്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരുടെയെങ്കിലും അവസാന കലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ അവസാനത്തെ പദം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള പദമായിരിക്കണം. അപ്പോൾ അവസാനത്തത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള പദം അപ്പാണ് ചൊല്ലിയാൽ പോരേ എന്ന് നമ്മുടെ മനസ്സിലൊക്കെ വരും. ഇല്ല, അങ്ങനെ നമുക്ക് ചൊല്ലാൻ സാധിക്കില്ല. ദുനിയാവിൽ നമ്മൾ എന്തുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടത്, അതാണ് നമുക്ക് മരിക്കുന്ന സമയത്ത് ചൊല്ലാൻ സാധിക്കുക എന്നാണ്. അതാണ് ഒരു ചരിത്രത്തിൽ കാണാം, ഒരാളിങ്ങനെ മരണപ്പെടുന്ന സമയത്ത് അയാൾ അസഭ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു തഹ്ലീൽ ചൊല്ലാൻ വേണ്ടി പറഞ്ഞപ്പോൾ. അത് ദുനിയാവിൽ അയാൾ എപ്പോഴും അസഭ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു. അപ്പോൾ അയാൾക്ക് തഹ്ലീൽ ചൊല്ലാൻ പറ്റിയില്ല. നമ്മുടെ ഈ ചെറിയ ബുദ്ധി വെച്ച് നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ നമുക്കതൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല. നമ്മൾക്ക് ഇങ്ങനെ ചിന്തിച്ചാൽ മതിയല്ലോ, എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഞാനിപ്പോൾ എത്ര വട്ടം ചൊല്ലി, അതേപോലെ മരിക്കുന്ന സമയത്ത് ഞാനങ്ങ് ചൊല്ലും. അതിന് നമ്മുടെ നാക്ക് ആ സമയത്തേക്ക് വഴങ്ങി കിട്ടൂല, നമുക്കതിനുള്ള തൗഫീഖ് ഉണ്ടാവില്ല. ദുനിയാവിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന ആരോഗ്യമുള്ള, നമ്മൾ നല്ല രൂപത്തിൽ ജീവിച്ചിരുന്ന സമയത്ത് എത്രത്തോളം നമ്മളതുമായി ബന്ധപ്പെട്ടോ എന്നാലേ നമുക്ക് ചൊല്ലാൻ പറ്റുള്ളൂ. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് അവസാന പദമായി കഴിഞ്ഞാൽ അവനക്ക് സ്വർഗമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ആഖിബത്ത് നന്നാവാൻ, നമ്മുടെ ഈമാൻ സലാമത്താവാൻ ഈ ഒരു പദം നമുക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ട് ദുനിയാവിൽ നമ്മൾ നന്നായിട്ട് എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കണം. അപ്പോൾ ചുരുങ്ങിയത് 100 തവണ ചൊല്ലുക. അല്ല എന്നുണ്ടെങ്കിൽ ഒരു 1000 തവണ ചൊല്ലാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് വളരെയധികം ഗുണകരമായിരിക്കും. നമ്മൾ മരണപ്പെടുന്ന സമയത്ത് നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരണപ്പെടാൻ അത് കാരണമാകും എന്നുള്ളതാണ്. മറ്റൊന്ന്, മൂന്നാമത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ആ സ്വലാത്ത് ചൊല്ലുക എന്നതിനേക്കാളും ഉപരി ഫിഖ്ഹിൻ്റെ കിതാബുകളിലൊക്കെ ഇക്സാറു സ്വലാ എന്നാ പറഞ്ഞിട്ടുള്ളത്. സ്വലാത്ത് വർദ്ധിപ്പിക്കുക. സ്വലാത്ത് വർദ്ധിപ്പിക്കൽ വെള്ളിയാഴ്ച രാവിൻ്റെയും പകലിൻ്റെയും സുന്നത്തുകളിലും ആദാബുകളിലും പെട്ടതാണ്. വെള്ളിയാഴ്ച രാവാകുമ്പോൾ പ്രത്യേകമായിട്ട് അതിനൊന്ന് വർധനവ് കൊണ്ടുവരണം. അപ്പോൾ സാധാരണ 100 ചൊല്ലുന്ന ആളാണെങ്കിൽ ഒരു 300 തവണ ചൊല്ലുക. സാധാരണ 300 ചൊല്ലുന്ന ആളാണെങ്കിൽ കുറച്ച് വർദ്ധിപ്പിക്കുക. അങ്ങനെ വർദ്ധിപ്പിക്കൽ പ്രത്യേകം സുന്നത്താണ്. ഫിഖ്ഹിൻ്റെ എല്ലാ കിതാബുകളിലും അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് സ്വലാത്തും ചൊല്ല, എളുപ്പമുള്ള സ്വലാത്ത് ചൊല്ലി വർദ്ധിപ്പിച്ച് കൊണ്ടുവന്നാൽ മതി. ചില ഇമാമുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, സ്വലാത്ത് വർദ്ധിപ്പിച്ചവൻ എന്ന് പറയണമെങ്കിൽ 300 സ്വലാത്തെങ്കിലും ചുരുങ്ങിയത് ചൊല്ലണമെന്ന്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ചുരുങ്ങിയതിന് 300 സ്വലാത്തെങ്കിലും ചൊല്ലാൻ ശ്രമിക്കുക. അള്ളാഹു സ്വലാത്തിലൂടെ ഒരുപാട് ഖൈറാത്തുകൾ വെച്ചിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ എത്ര സ്വലാത്ത് ചൊല്ലുന്നോ അതിനനുസരിച്ച് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ദൂരീകരിക്കും. അതാണ് ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ദുനിയാവിലെ ആഖിറത്തിൽ ഏത് പ്രശ്നങ്ങളുണ്ടോ സ്വലാത്ത് അങ്ങ് ചൊല്ലിക്കോ, അള്ളാഹു സ്വലാത്തിലൂടെ എല്ലാം പരിഹരിച്ചു തരും. അള്ളാഹു നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാലാമത്തത് അൽ കഹ്ഫ് സൂറത്ത് പാരായണം ചെയ്യുക എന്നുള്ളതാണ്. അത് വെള്ളിയാഴ്ച പകലിൽ അൽ കഹ്ഫ് സൂറത്ത് പാരായണം ചെയ്യാൻ പറ്റുമെങ്കിൽ വെള്ളിയാഴ്ച പകലിൽ അങ്ങനെ അൽ കഹ്ഫ് സൂറത്ത് പാരായണം ചെയ്യുക. വെള്ളിയാഴ്ച രാവിലെ അൽ കഹ്ഫ് സൂറത്ത് പാരായണം ചെയ്യുക. ഇതൊക്കെ പ്രത്യേകമായിട്ട് ചെയ്യൽ പുണ്യകരമായ കർമ്മമാണ്. ചൊല്ലുന്നതിലൂടെ ഒരുപാട് ഖൈറാത്തുകൾ നമുക്ക് ലഭിക്കും. അൽ കഹ്ഫ് ചൊല്ലിയാലുള്ള ഗുണങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ വ്യത്യസ്തങ്ങളായ വീഡിയോസുകളിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആദ്യത്തെ 10 ആയത്തുകളുണ്ട്. ആ 10 ആയത്തുകൾ മനഃപ്പാഠമാക്കി കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതറിയാവുന്നവരൊന്ന് എഴുതി അറിയിക്കോട്ടെ. നമ്മൾ മുമ്പ് പറഞ്ഞതാണത്. അൽ കഹ്ഫിൻ്റെ ചില ആയത്തുകൾ നമ്മൾ മനഃപ്പാടാക്കിയാൽ ലഭിക്കുന്ന വലിയ ചില ഗുണങ്ങളെക്കുറിച്ച്. അടുത്താണ് സ്വതക്ക ചെയ്യുക എന്നുള്ളത്. വെള്ളിയാഴ്ച രാവിലെ പകലിലൊക്കെ എന്തെങ്കിലും നമ്മുടെ അടുക്കൽ 10 രൂപ ഉള്ളൂ എന്ന് സങ്കല്പിക്കുക. 1-2 രൂപ സ്വതക്ക ചെയ്യുക. 100 രൂപ ഉണ്ടെങ്കിൽ ഒരു 10 രൂപ സ്വതക്ക ചെയ്യുക. 1000 ഉണ്ടെങ്കിൽ ഒരു 100 രൂപ സ്വതക്ക ചെയ്യുക. ഈ സ്വതക്ക ചെയ്യുന്നത് പെട്ടെന്നുള്ള അപകടങ്ങളെ തൊട്ട്, മരണങ്ങളെ തൊട്ട്, ആഫത്തുകളെ തൊട്ട്, മുസീബത്തുകളെ തൊട്ടൊക്കെ നമുക്ക് വലിയ കാവല് നൽകുന്നുള്ളതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വതക്ക ചെയ്യുന്നതിനെക്കുറിച്ചും സ്വതക്കയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചൊക്കെ എപ്പോഴും നമ്മോട് ഉണർത്തുകയും ചെയ്തതാണ്. അതുകൊണ്ട് സ്വതക്ക ചെയ്യുക എന്നുള്ളതാണ് 5-മത്തത്. 6-മത്തത് വെള്ളിയാഴ്ച രാവിലും പകലിലുമൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് തഹജ്ജുദ് നിസ്കാരം. എല്ലാ ദിവസവും നിസ്കരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല. വെള്ളിയാഴ്ച രാവിലെ തീർച്ചയായും തഹജ്ജുദിൻ്റെ നിസ്കാരം, അത് തഹജ്ജുദ് നിസ്കരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ ഗുണങ്ങൾ ലഭിക്കാൻ കാരണമാകും. അള്ളാഹിനോട് നമുക്കെല്ലാം ചോദിക്കാനും ചോദിച്ച് പറയാനും വിഷയങ്ങൾ പറയാനും ഒക്കെ പറ്റുന്ന വളരെ പവിത്രമേറിയ ഒരു വിഷയമാണ് തഹജ്ജുദിൻ്റെ സമയത്ത് തഹജ്ജുദ് നമസ്കരിക്കുക എന്നുള്ളത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അത് എല്ലാവർക്കും ഉള്ള തൗഫീഖല്ല. നിങ്ങൾ നോക്കൊരു 100 ആളുകളെടുത്താൽ ഒരു 10-20 ആളുകൾ അതിൽ പെടുള്ളൂ. ബാക്കിയൊക്കെ ആ സമയത്ത് കരിമ്പടം പുതച്ച് സുഖനിദ്രയിലാകുന്നവരാണ്. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ തഹജ്ജുദ് നമസ്കരിക്കാൻ. റബ്ബും നാമും മാത്രം അറിയുന്നൊരു സമയമാണത്. ആ സമയത്ത് അള്ളാഹു നമുക്ക് വലിയ ഗുണങ്ങൾ നൽകാൻ
അത് കാരണമാകുന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അടുത്തതാണ് ളുഹാ നിസ്കാരം. ഒരുപാട് ഗുണങ്ങളുണ്ട്. ഞാൻ 1-2 കോളുകളൊക്കെ വരുന്നതുകൊണ്ടാണ് അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ളുഹാ നിസ്കാരമുണ്ട്. ആ ളുഹാ നിസ്കാരം ഇൻഷാ അല്ലാഹ് ഒരു കാരണവശാലും വെള്ളിയാഴ്ച പകലിലെ, വെള്ളിയാഴ്ച പ്രഭാതത്തിലുള്ള ളുഹാ നിസ്കാരം ഒഴിവാക്കരുത്. ഒരുപാട് ഗുണങ്ങൾ അതിലൂടെ ലഭിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഈ വെള്ളിയാഴ്ച രാവും പകലൊക്കെ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സന്ദർഭങ്ങളിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.